ഈ അടുത്തിടെ നമ്മുടെ നാട്ടിൽ നടന്ന ഒരു സർവേയിൽ ഓൾമോസ്റ്റ് ഒരു 72% ചെറുപ്പക്കാരും ആഗ്രഹിക്കുന്നത് സ്വന്തമായിട്ട് ഒരു ബിസിനസ്, ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ഒരുപാട് ചെറുപ്പക്കാർ അത്തരത്തിൽ സ്വന്തമായിട്ടുള്ള സംരംഭങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ എത്ര ചെറുപ്പക്കാർക്ക് അത്തരത്തിലൊരു സംരംഭം കൊണ്ടുവന്നിട്ട് അത് വികസിപ്പിച്ചെടുത്ത് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് പേർക്ക് അത് സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ ലാഗ് ചെയ്യുന്നൊരു പാട്ടുണ്ട്. അത് നമ്മളവരൊരു സംരംഭത്തിലേക്ക് കടക്കുമ്പോൾ, ഒരു ബിസിനസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ചെയ്യണം. അതുപോലെ തന്നെ ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ട എല്ലാ മേഖലയിലും, അത് മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, സെയിൽസ് ആയിക്കോട്ടെ, ഓപ്പറേഷൻസ് ആയിക്കോട്ടെ, HR ആയിക്കോട്ടെ, കമ്പനിയുടെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ശരിക്കും ശ്രദ്ധിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടല്ല പല ചെറുപ്പക്കാരും ബിസിനസ്സിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മളൊരു പുതിയതായിട്ടുള്ളൊരു ബിസിനസ്സിലേക്ക്, ഒരു സംരംഭത്തിലേക്കൊക്കെ കടക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ച് മനസ്സിലാക്കി ചെയ്താൽ തീർച്ചയായിട്ടും ആ ഒരു ബിസിനസ്സിലൂടെ വലിയൊരു ഗ്രോത്ത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു ചെറുപ്പക്കാരായാലും, ഏതൊരു വ്യക്തിയായാലും, പ്രൊഫഷണലി ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായാലും പോലും ബിസിനസ്സിലേക്ക് കിടക്കുമ്പോൾ എപ്പോഴും ബിസിനസ്സിൻ്റെ എല്ലാ വശങ്ങളും പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ പഠിച്ചതിന് ശേഷമുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റും അതിനുശേഷമുള്ള ഒരു ഡെവലപ്മെൻറ്റും ഒക്കെയാണ് നിങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെ ഒരു ഫെയിലിയർ ചാൻസ് ഈസ് വെരി ലോ. അതായത് സാധാരണ അധികം അതിൻ്റെ പരാജയങ്ങൾ സംഭവിക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ആ അറിവില്ലായ്മകളെ ഒരു പരിധി വരെയും നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിവില്ലായ്മ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു സംരംഭകനായി മാറാൻ സാധിക്കുമെന്നുള്ളതാണ്.